നമ്മുടെ കേരളത്തിൽ ഈ രണ്ട് തരം സംഘികളുണ്ട്. ഈ സംഘികളെക്കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ടി വന്നത് ഇപ്പോഴത്തെ കാലത്ത് ഈ കൃഷ്ണരാജ് എന്നൊക്കെ പറയുന്ന ചില സംഘികളുടെ വേഷമണിഞ്ഞ് ഞങ്ങളെന്തോ അതിൻ്റെ ഭാഗമായി നിൽക്കുന്നവരാണ് എന്ന തരത്തിൽ പലതും എഴുതുകയും പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് കാണിക്കുമ്പോൾ ഈ സംസ്ഥാനത്ത് വിദ്യാഭ്യാസവും വിവരവും വിവേകവുമുള്ള വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യർ ഈ BJPയിൽ നിന്നും സംഘപരിവാറിൽ നിന്നും അകലം പാലിക്കുന്നു എന്ന് പറയുന്ന അനുഗ്രഹീതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ വലിയ സംഭാവനകൾ വഹിക്കുന്നവരാണ്. ഈ രണ്ട് കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നറിയാം. ഒരു കാറ്റഗറി ആളുകളുണ്ട്, പഴയ AB വാജ്പേയി സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ഭാഗമായി വരുന്നവർ, അവരെ കണ്ട് വളർന്നവർ, ആ കാലഘട്ടത്തിൽ പരമ്പരാഗതമായി സംഘപരിവാറിൽ വിശ്വസിച്ചവർ. അവരൊന്നും പ്രകടമായെങ്കിലും തീവ്ര ഈ വിരോധം, വളിപ്പ് പറച്ചിൽ, കോമഡികൾ, അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അവരിൽ നല്ലൊരു ഭാഗവും ഇപ്പോൾ സൈഡ് ലൈൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ പുതിയ കാലത്തിൻ്റെ വേറിട്ടൊരു തരം സംഘി ഗ്രൂപ്പ് ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ തറയിൽ കിടക്കുന്ന കൃഷ്ണരാജ് മുതൽ മുകളിലിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന സുരേഷ് ഗോപി വരെ കേരളത്തിൽ നടത്തുന്ന വ്യത്യസ്തമായ കോമഡികളാണ് ഈ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ഒരു അവസ്ഥയ്ക്ക് കാരണം. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ വൈകാരികമായി ചില ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ആളുകൾ വോട്ട് ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനെ ഒരു സ്ഥായീ ഭാവത്തിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോകുന്നതും അതിനൊരു സാമാന്യ വേഗത കൈവരിക്കാനാവാത്തതും ഇത്തരം ആളുകളുടെ അമൂല്യമായ സംഭാവനകളാണ്. ഇത് എനിക്ക് തോന്നാൻ കാരണം കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ കൃഷ്ണരാജിൻ്റെ ഒരു പോസ്റ്റ് കണ്ടപ്പോഴാണ്. ഇതിന് സംഭാവനകൾ നൽകുന്നവരാണ് കഴിഞ്ഞ ദിവസം ആൽ ജിഹാദുമായി രംഗത്ത് വന്ന അനിൽകുമാറിനെ പോലുള്ളവർ, ശശികലയെ പോലുള്ളവർ, പിന്നെ ഇടയ്ക്കൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ബാബുവിനെ പോലുള്ളവർ, അങ്ങനെയൊക്കെ അടക്കമുള്ള ധാരാളം പേർ ഇതിന് സംഭാവനകൾ നൽകാറുണ്ട്. പണ്ടൊന്നും ഇതിനൊരു ക്യാപ്റ്റൻ ഇല്ലായിരുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാപ്റ്റൻ ഉണ്ട്. ആ ക്യാപ്റ്റൻ നമ്മുടെ തൃശ്ശൂരിലെ സാംസ്കാരിക നഗരം ജയിപ്പിച്ചു വിട്ട MP ആണ്. അദ്ദേഹത്തിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിൽ, എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, ഒരു യോഗത്തിൽ എല്ലാവരും കസേരയിൽ വേദിയിലിരിക്കുന്നു. പുള്ളി മാത്രം ഒരു മാലയൊക്കെ കഴുത്തിലണിഞ്ഞുകൊണ്ട് ആ ഫ്ലോറിലിരിക്കുന്നു. അദ്ദേഹത്തെ പിന്തുണച്ചവർ പോലും പലരും വന്നിട്ട് ചോദിക്കുന്നു, ശരിക്കും പുള്ളിക്ക് വല്ലതും വയ്യായോ എന്ന് ആത്മാർത്ഥമായി ചോദിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഒരു സഹോദരി ഇട്ട ഒരു പോസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സമാധിയല്ല, ഇത് തൃശ്ശൂർ സുരേഷ് ഗോപി സമാധി എന്നും പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്ര ഈ പറയുന്ന പോലെ ഒരു സംഗതിയിലാണ് ഇതിനെ കാണുന്നത്. അതിൻ്റെ ഒരു വിചിത്രമായ സംഗതി എന്താണെന്നറിയോ, നമ്മുടെ പഴയടം പുരേടത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നല്ലോ ഈയിടെ. ഈ ഗൾഫ് സാധനങ്ങളെല്ലാം വളരെ വളരെ മോശമാണ്, അറേബ്യൻ ഫുഡെല്ലാം ശരീരത്തെ ആകെ തകർത്ത് തരിപ്പണമാക്കുന്നു, ഈ സസ്യ എന്താ പറയുന്നത് നമ്മുടെ വെജിറ്റേറിയൻ ഫുഡാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യത്തിൽ മനുഷ്യർക്ക് വെജിറ്റേറിയൻ ഫുഡ് എന്ന് പറയുന്നത് പ്രകൃതി വിരുദ്ധമാണ്. കാരണം മനുഷ്യനെ നമ്മൾ സയൻസിലെല്ലാം പഠിച്ചിട്ടുള്ളത് എന്താണ് പറയുന്നത്, ഓംനിവോഴ്സായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മിശ്ര ബുക്കാണ്. ഇറച്ചിയും അതുപോലെ തന്നെ സസ്യങ്ങളും ഒക്കെ കഴിക്കേണ്ടത് ആവശ്യമുള്ള കാര്യമാണ്. എന്നാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോഴാണ് എങ്ങനെയൊക്കെ ഇന്ത്യൻ ജനതയെ ഡിവൈഡ് ചെയ്യാം എന്ന ചിന്തയിൽ നിന്നാണ് ബംഗാൾ മുതൽ തുടങ്ങിയ ഈ നോൺ വെജിറ്റേറിയൻ അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഫുഡിൻ്റെ ഡിവൈഡ്. ആ വെജിറ്റേറിയൻ ഫുഡിൻ്റെ ഡിവൈഡിലൂടെ ഇന്ത്യയിലെ ഒരു സവർണ വിഭാഗത്തെ കൂടെ നിർത്താനും പിൽക്കാലത്ത് അതിൻ്റെ പേര് ബ്രിട്ടീഷുകാർക്ക് ഒരു ആര്യൻ തിയറി ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഭാഗമായി അതിൻ്റെ അനുബന്ധമായി ഉണ്ടാക്കിയെടുത്ത സാധനമാണിത്. കാരണം ആര്യൻ തിയറി വരുമ്പോൾ ഇവിടുത്തെ സവർണരുടെ ബ്രാഹ്മണരുടെ രക്തം ഞങ്ങളുടെ യൂറോപ്യൻസിലെ വൈറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന തരത്തിൽ ഉണ്ടാക്കിയെടുത്ത്, എന്നാൽ അവിടുത്തെ വൈറ്റല്ല ഇവിടുത്തെ വൈറ്റ്. കാരണം അവിടുത്തെ വൈറ്റ് ഇറച്ചിയും അതുപോലെ തന്നെ എന്താ പറയുന്നത് വൈനും അതും ഇതും ഡ്രിങ്ക്സും ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ ഇവിടെ നിങ്ങളിങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ചെയ്താണ് ഏതാണ്ട് 1900 ആദ്യഘട്ടങ്ങളിൽ ഈ വെജിറ്റേറിയൻ കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അതിൻ്റെ പിന്തുടർച്ചക്കാരായി ഇപ്പം നിൽക്കുന്ന നമ്മുടെ പഴയടത്തിൻ്റെയൊക്കെ പാചകമൊക്കെ കൈവിട്ട് പോയപ്പം ഇനി ആ കളരിയിൽ വലിയ ലക്ഷ്യമില്ലാത്തതുകൊണ്ട് ഈ വർത്തമാനമൊക്കെ പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം പഴയടത്തിനും ചിലപ്പോൾ ഒരു പത്മഭൂഷൺ കിട്ടിയെന്നിരിക്കും. കാരണം ഇനിയിപ്പോൾ കേരളത്തിൽ നിന്ന് പത്മഭൂഷൺ കൊടുക്കാൻ വലുതായിട്ട് ആളുകളില്ല. അപ്പോൾ അതുകൊണ്ട് പഴയടത്തിൻ്റെ പാചകരുചിയെ ത്രസിപ്പിച്ചുകൊണ്ട് ഒരു പത്മഭൂഷൺ സമീപത്ത് തന്നെ പുള്ളിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ
പിന്നെ കൃഷ്ണരാജിൻ്റെ ഒരു പോസ്റ്റ്. കൃഷ്ണരാജ് എന്താണെന്നറിയോ ചെയ്തിരിക്കുന്നത്? റഷ്യൻ പ്രസിഡൻറ്റ് വ്ളാഡിമിർ പുടിൻ വന്നപ്പോൾ സാധാരണ വിദേശ നയതന്ത്ര പ്രതിനിധികൾ വരുമ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വരവ് കൊണ്ട് ഈ രാജ്യത്തിനുണ്ടായ നേട്ടവും കോട്ടവും ഒക്കെയാണ്. പക്ഷേ കൃഷ്ണരാജ് അതിൻ്റെ ഒരു നേട്ടമായിട്ട് എണ്ണി പറഞ്ഞിരിക്കുന്നത് അതൊന്നുമല്ല. പുള്ളിക്ക് സാമ്പാറും ചോറും പുളിശ്ശേരിയും മാത്രമേ കൊടുത്തോളൂ എന്നുള്ളതാണ്. ഏതാ അതിൻ്റെ മെനു ആണ് പുള്ളി ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് ഇറച്ചിയും സംഗതികളും ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെല്ലാം വലിയ ക്ഷീണമായി പോയെന്നും, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല പുള്ളി നമ്പൂരിച്ചനാണല്ലോ, ആ നമ്പൂരിച്ചന്മാരല്ലാത്തവർക്കെല്ലാം വലിയ ക്ഷീണം ഉണ്ടാക്കി ഈ മെനു എന്ന് വിചാരിച്ചാണ് പുള്ളി ആഘോഷിക്കുന്നത്. പുട്ടിന് എല്ലാ ദിവസവും 2 വീശിയിട്ടാണ് കിടക്കുന്നത്. എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബീഫ് പോകുന്ന, അല്ലെങ്കിൽ ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബീഫ് വരുന്ന രാജ്യങ്ങളിലൊന്നാണ് റഷ്യ. അവരുടെ നഖവും മുടിയും വരെ ബീഫാണ്. അവരെടുത്താണ് പുള്ളി സാമ്പാറും ചോറും പുളിശ്ശേരിയും കൊടുത്തതിൻ്റെ ഒരു വലിയ സന്തോഷം പറയുന്നത്. ഏതായാലും അത് കഴിച്ച് ആ വയറൊക്കെ നിറഞ്ഞപ്പോൾ ഇപ്പോൾ കൃഷ്ണരാജിനുണ്ടായതിൻ്റെ അത്രയും സന്തോഷം പുട്ടിനുണ്ടായി കാണത്തില്ല. പക്ഷേ കൃഷ്ണരാജ് രാവിലെ മുതൽ ഇത് കണ്ടണം മുതൽ വേറൊന്നും കഴിക്കാതെ വയറ് വീർപ്പിച്ച നിലയിൽ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെന്നാണ് കേൾക്കുന്നത്. ഏതായാലും സംഗതി കലക്കി. കൃഷ്ണരാജിൻ്റെ വെജിറ്റേറിയൻ ജിഹാദ്.